മലയാള സിനിമയിൽ പല കാലഘട്ടങ്ങളിൽ സിനിമയെ അടക്കി ഭരിച്ചിട്ടുള്ള നടന്മാരുണ്ടായിട്ടുണ്ട്. തിക്കുറിശി സുകുമാരൻ നായരായിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ. ജീവിത നൗക എന്ന സൂപ്പർ ഹിറ്റ് പടത്തിലൂടെ, അതിനുശേഷം പ്രേം നസീർ, മധു, സത്യൻ മാസ്റ്റർ, അങ്ങനെ 3 പേര് മലയാള സിനിമയിലെ പ്രധാന നായക കഥാപാത്രങ്ങൾ ചെയ്ത് രംഗത്ത് വന്നു. അവരിവിടെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ അടുത്ത തലമുറ രംഗത്ത് വന്നു. അതിൽ പ്രധാനികളായിരുന്നു സുകുമാരൻ, സോമൻ, ജയൻ. ഈ 3 പേര് പിൽക്കാലത്ത് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളായിട്ട് മാറി. അതിൽ സോമേട്ടന് പരിചയമില്ലാത്ത ആളുകൾ പോലും സോമൻ സാറിനൊന്നും ആരും വിളിക്കില്ല, എല്ലാവരും സോമേട്ടൻ എന്നാണ് വിളിക്കുന്നത്. സോമേട്ടൻ 1973 തോന്നുന്നു ഗായത്രി എന്ന് പറഞ്ഞ സിനിമയിലൂടെ PN മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന സിനിമയിൽ നായകനായിട്ടാണ് രംഗത്ത് വരുന്നത്. നാടക മത്സരത്തിന് പോയി ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങിച്ചു. അന്ന് അത് കാണാനിടയായ ഒരാളെന്ന് പറയുന്നത് പ്രസിദ്ധനായ എഴുത്തുകാരൻ മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഭാര്യയാണ്. അവർ എന്ന് പറഞ്ഞ് ഇന്ന പടത്തിന് ഈ ക്യാരക്ടറിനായിട്ട് ചേരുമെന്ന് നോക്കാൻ പറഞ്ഞു. അതതിന്റെ ആദ്യത്തെ സിനിമ ഗായത്രി. അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചു. സിനിമയിലും നാടകങ്ങളിലും വരുന്നതിന് മുൻപ് എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ആ പാരമ്പര്യം വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പോലീസ് ഓഫീസേഴ്സായിട്ട് ബന്ധമുണ്ടായിരുന്നു. സോമേട്ടന് യൂണിഫോം ഇടുന്ന ആളുകളോട് ഒരു പ്രത്യേക റെസ്പെക്റ്റും സ്നേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ വിപുലമായിട്ടുള്ള ഒരു സൗഹൃദ വലയുണ്ടായിരുന്നു. 1976 മുതൽ 83 വരെ മലയാള സിനിമയിൽ നായക കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന ഒരു പ്രധാന നടനായി അദ്ദേഹം മാറി. 78 44 സിനിമകളിൽ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചു, പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തു. അത് ഇന്നും റെക്കോർഡാണ്, ഇനിയും ഭേദിക്കപ്പെടാത്ത റെക്കോർഡാണ്. 78 അദ്ദേഹം സ്ഥാപിച്ചത് 44 സിനിമകളിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തു. സോമേട്ടൻ ആദ്യ ഈ 83 വരെ നായകനായിട്ട് അഭിനയിക്കുകയും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 83 ശേഷം വില്ലൻ കഥാപാത്രങ്ങളിലേക്കും ക്യാരക്ടർ റോളുകളിലേക്കൊക്കെ മാറി. ശശിയേട്ടൻ്റെ ഒരുപാട്, IV ശശി സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം നായകനായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം പത്മരാജൻ സാർ സ്ക്രിപ്റ്റ് എഴുതിയ, ശശിയേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഈറ്റ, അങ്ങനെ കുറേ സിനിമകളിൽ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചു. അദ്ദേഹവും കമലഹാസനുമായിട്ടുള്ള സൗഹൃദം ഇൻഡസ്ട്രിയിൽ വളരെ പ്രസിദ്ധമാണ്. കമലഹാസന്റെ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് സോമേട്ടനായിരുന്നു. അവരൊരുമിച്ച് ഓർമ്മകൾ മരിക്കുമോ, ഈറ്റ, അങ്ങനെ കുറെ ഒരു 3-4 സിനിമകളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവര് ആ കാലത്തുള്ള സൗഹൃദം മരണം വരെ സോമേട്ടൻ തുടർന്നു. കമലഹാസൻ എപ്പോഴും മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ സോമേട്ടനെ കുറിച്ച് പറയാതെ പോവില്ല. 97 ലേലം എന്ന ജോഷി സാറിൻ്റെ സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ. അതിൽ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി സോമേട്ടൻ. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പം തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളുവളത്തെ കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ആ വർഷം തന്നെ അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഉണ്ടാവുകയും ചെയ്തു. ജോഷ് സാറിന്റെ ഒരുപാട് സിനിമകളിൽ സോമേട്ടൻ വേഷമിട്ടുണ്ട്. കൊടുങ്കാറ്റ്, രക്തം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമകൾ ആ കാലത്ത് ജോഷ് സാറ് ചെയ്ത് മൾട്ടി സ്റ്റാർ സിനിമകളുണ്ട്. നസീർ സാറ്, സോമൻ, സുകുമാരൻ, മധു സാറ്, എല്ലാവരെയും അണിനിർത്തിക്കൊണ്ടുള്ള കുറേ സിനിമകൾ. അതിൽ 97 ലേലമാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ. സോമേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോയിട്ടുള്ളൊരു ആക്ടറാണ്. ആദ്യം നായകനായിട്ട് വന്നു, 83 വരെ നായകനായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഫുൾ വില്ലൻ റോളുകൾ ചെയ്തു. പുതിയ തലമുറയിൽ പ്രിയദർശൻ സാറാണ് സോമേട്ടന് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്തത്. സോമേട്ടന് ഹ്യൂമർ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നതും അദ്ദേഹം. സോമേട്ടൻ വളരെ രസകരമായി ചെയ്ത കഥാപാത്രമായിരുന്നു പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന സിനിമയിൽ. മോഹൻലാലിനോടൊപ്പം ഹ്യൂമർ വേഷം ചെയ്യുന്നത് സോമേട്ടൻ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. പിന്നീട് നമ്മൾ പ്രിയൻ സാറിന്റെ സിനിമകളിലെല്ലാം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. സോമേട്ടൻ അക്കരെ എന്ന് പറഞ്ഞാൽ വിഗ് വെച്ചിട്ട് വരുന്ന പോലീസ് ഓഫീസർ, അമേരിക്കയിലേക്ക് വരുന്ന പോലീസ് ഓഫീസർ, ദാസനെയും വിജയനെയും അമേരിക്കയിലേക്ക് കയറ്റി വിട്ടിട്ട് കുടുങ്ങിപ്പോയ പോലീസ് ചീഫ് സോമേട്ടനായിട്ട്. ഒരുപാട് കോമഡി സിനിമകളിൽ അദ്ദേഹം കോമഡി റോളുകൾ പിൽക്കാലത്ത് ചെയ്തു.
ഞാൻ ഒരു സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത്. അത് എന്നോടിഷ്ടം കൂടാമോ എന്ന് പറയുന്ന കമൽ സാറിൻ്റെ സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്നോടിഷ്ടം കൂടാമോ, ആ സിനിമയിൽ സോമേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. സോമേട്ടൻ സെറ്റിൽ വന്ന ഉടനെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെയും അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെയും ഒക്കെ കയ്യിലെടുക്കും. എന്നിട്ട് സിനിമ ചാർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ഏതൊക്കെ സീനുകൾ തനിക്കുണ്ട്, തനിക്ക് എത്ര സീനുണ്ട്, ഈ സീനുകളൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണ് വരിക, അതിൽ ലേറ്റ് നൈറ്റ് പോകുന്ന വല്ല ദിവസമുണ്ടോ, അങ്ങനെയാണെങ്കിൽ രാവിലെ അടുത്ത ദിവസം ഇപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കും. അതിന് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ടും അസോസിയേറ്റ്സായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കുക. അസോസിയേറ്റായിട്ട് സൗഹൃദം ഉണ്ടാക്കിയിട്ട് ഈ ലേറ്റ് നൈറ്റ് വരുന്ന സീനുകളൊക്കെ ഒരു 7 മണിക്ക് തന്നെ തുടങ്ങി ഒരു 9:30 ആകുമ്പോഴേക്കും അവസാനിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ അദ്ദേഹം അവരുമായിട്ട് ചേർന്ന് ആസൂത്രണം ചെയ്യും. എന്നെ പരിചയപ്പെട്ട, എന്നോട് ഇഷ്ടകൂടാമയുടെ സെറ്റിൽ പരിചയപ്പെട്ടു, നീ എവിടത്തുകാരനാ, ഒറ്റപ്പാലാണെന്ന് പറഞ്ഞു. ഓ നമുക്ക് പറഞ്ഞാൽ ഒറ്റപ്പാലാണല്ലേ. അപ്പോൾ ഒരുപാട് സിനിമകളിൽ പുള്ളി ഒറ്റപ്പാലത്ത് വന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് കുറേ പരിചയക്കാരുണ്ട്, അവരെക്കുറിച്ചൊക്കെ ചോദിക്കും. അച്ഛനും അമ്മ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അധ്യാപകരായിരുന്നു എന്ന് പറയുമ്പോൾ അതാണ്, വെറുതെ അല്ല, നിനക്കതിൻ്റെ ഒരു അച്ചടക്കമുണ്ട് എന്നൊക്കെ കമൻ്റ് ചെയ്യും. ആളുകളുമായിട്ട് ഭയങ്കര സൗഹൃദം സ്ഥാപിക്കാൻ മിടുക്കനായിരുന്നു അദ്ദേഹം. 97 മരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന് ഒരു 10-75 വയസ്സുണ്ടാവും എന്നാണ്. കാരണം നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നായകനായിട്ട് കാണുന്ന ഒരാളാണ്. അന്ന് മുതൽ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വയറൊക്കെ ഉണ്ട്, തടിയുണ്ട്, വലിയ മുഖമാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല പ്രായം ഉണ്ടാവും എന്നാണ് നമ്മളുടെ ഒരു കാൽക്കുലേഷനിൽ. അദ്ദേഹത്തിന് 10-75 വയസ്സുണ്ടാവുന്നതാണ്. പക്ഷെ പിന്നീട് അന്ന് പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രായം കണ്ടപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. 56 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. സോമേട്ടൻ മരിക്കുമ്പോൾ 56 വയസ്സേ പ്രായമുള്ളത്. ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്ന 3 തലമുറകളുടെ കൂടെ, 3-4 തലമുറകളുടെ കൂടെ അഭിനയിച്ച ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം സൗഹൃദങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന, അഭിനയത്തെ സ്നേഹിച്ച് എല്ലാ ആളുകളുമായിട്ടും സൗഹൃദം സൂക്ഷിച്ച, ഒരാളുമായിട്ടും വഴക്കിടാത്ത, എന്നാൽ പഴയകാല മേക്കപ്പ് മാൻമാർ ചില കഥകൾ പറയും. ഈ പണ്ട് സോമേട്ടൻ താരമായിരിക്കുമ്പോൾ മിനിമം 3 വിഗ് റെഡിയാക്കണം. ദേഷ്യം വരുമ്പോൾ ഈ തലയിലത്തെ വിഗ് ഒരു വലിച്ചെറിയും ഇത്ര. അപ്പോൾ അടുത്ത വിഗ് വെക്കാൻ വേണ്ടിയിട്ട് സോമേട്ടൻ അഭിനയിക്കുന്ന പടത്തിൽ അദ്ദേഹത്തിന് 3 വിഗുകൾ മേക്കപ്പ് മാൻമാർ മേടിച്ചു വയ്ക്കുന്ന ഒരു തമാശ കഥയുണ്ട്. എനിക്ക് പക്ഷെ അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം, അവസാന കാലം വരെ അദ്ദേഹത്തിന് നല്ല മുടിയുണ്ട്, നല്ല രസമുള്ള മുടിയുണ്ട്. എന്തിനാണ് ഇവരൊക്കെ അവരുടെ ചെറുപ്പകാലത്ത് നല്ല മുടിയുള്ളപ്പോൾ ഇങ്ങനെ വിഗ് വെച്ചിട്ട് അഭിനയിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഇടയ്ക്കൊരു ക്യാരക്ടറിൻ്റെ ലുക്കിന് വ്യത്യാസം വരുത്താൻ വിഗ് വയ്ക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ നിറയെ മുടിയുള്ള ഒരാൾ, നല്ല മുടിയുള്ള ഒരാൾ എന്തിനായിരുന്നു അന്ന് വിഗ് വെച്ച് അഭിനയിച്ചതെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടില്ല. വൃത്തികെട്ട ചില വിഗുകളൊക്കെ എനിക്ക് ആ കാലത്ത് വെച്ചിട്ട് കണ്ടാൽ തന്നെ വിഗാന്ന് മനസ്സിലാവും. പക്ഷെ വിഗ് വെച്ചാലേ ഒരു അഭിനയത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്നോട് ഇഷ്ടം കൂടാമോയിൽ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ നല്ല വൃത്തിയിൽ ചീകി വെച്ചിട്ടുള്ള മുടി, പോലീസ് ഷൂവും നല്ല പാൻസും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് അദ്ദേഹത്തിന് ആ രൂപം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ മലയാള സിനിമയുടെ ചരിത്രം സോമേട്ടൻ്റെയും കൂടി ചരിത്രമാണ്.